വൈകുന്നേരത്തെ നല്ല ചൂട് ചായക്കൊപ്പം ഒരു തുള്ളി ഓയിൽ പോലും ചേർക്കാതെ ഏറ്റവും സിമ്പിളായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു പലഹാരത്തിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ ആവിക്ക് വെച്ച് റവയും പഴവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴമാണ്. ഈ ഒരു വലിപ്പത്തിലുള്ള പഴമാണ് എടുത്തിരിക്കുന്നത്. തീരെ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ഒക്കെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. തൊലി കളഞ്ഞ് ഇതേപോലെ ഒന്നുകൂടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്നുകൂടെ അരച്ചെടുക്കലാണ് ചെയ്യുന്നത്. അപ്പൊ അരച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഒന്നുകൂടെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനിയിപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരപ്പാനിയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതേപോലെ 2 അച്ച് ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ശരിക്കും ഒന്നുകൂടെ തിളച്ച ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്നുകൂടെ അലന്ന് വന്നാൽ മാത്രം മതിയാവും. ഒരുപാട് തിളച്ച് നന്നായിട്ട് കുറുക്കിയൊന്നും എടുക്കണ്ട കേട്ടോ. ഇതുപോലെ 2 അച്ച് ശർക്കര എടുക്കുമ്പോൾ ഈ 1 കപ്പ് വെള്ളം കറക്റ്റ് ആയിരിക്കും. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് തിളച്ച് ശരിക്കും ശർക്കരയൊക്കെ ഒന്നുകൂടെ അലന്ന് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് വലിയ ചൂടൊക്കെ ഒന്നുകൂടെ ആറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. ഇനി അപ്പോൾ നമുക്ക് മിക്സ് ആക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ വറുക്കാത്ത റവയാട്ടോ എടുത്തിരിക്കുന്നത് 1 കപ്പ്. നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം എടുക്കുമ്പോൾ 1 കപ്പ് റവ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പഴത്തിന്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത പഴം എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരുപാട് ശർക്കര ഒന്നും ചേർത്ത് കൊടുക്കേണ്ട, ഒരു 2 അച്ച് ശർക്കര മാത്രം ചേർത്ത് കൊടുത്താൽ മതി മധുരത്തിന് വേണ്ടിയിട്ട്. ഇനി പഴത്തിന്റെയും റവയുടെയും മിക്സിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതേപോലെ ഒന്നുകൂടെ അരിച്ച് ചേർത്ത് കൊടുക്കാം. ആദ്യമേ മുഴുവൻ ചേർക്കേണ്ട, ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. വലിയ ചൂടൊക്കെ ഒന്നുകൂടെ ആറി വന്നിട്ടുണ്ട്. ഇതും മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. കട്ടകളൊന്നുമില്ലാതെ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. കേട്ടോ, ഇത് കറക്റ്റാണ്. ഞാൻ ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ എടുത്ത ശർക്കരപ്പാനി മുഴുവനും 1 കപ്പ് റവയ്ക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതും മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 1 മണിക്കൂർ ഒന്നുകൂടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. കാരണം റവ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്നുകൂടെ കുതിർന്ന് വരും. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഒരു കട്ടിക്ക് വന്നല്ലോ കേട്ടോ. റവയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്നങ്ങോട്ട് കുതിർന്ന് ഈ ഒരു പരുവത്തിനാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നല്ല കട്ടിയാണ് തോന്നുകയാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. അത് നോക്കി മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജീരകത്തിന്റെ പൊടിയോ ചേർത്ത് കൊടുക്കാം. നമ്മൾ ശർക്കരയൊക്കെ ചേർത്തുകൊണ്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ബാലൻസ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണിൽ താഴെ മാത്രം ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ ഒന്നുകൂടി ഫ്രൈ ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ നമ്മുടെ റവയുടെ മിക്സുമായിട്ട് ഒന്നുകൂടി യോജിപ്പിച്ചെടുത്താലുണ്ടല്ലോ നമ്മുടെ പലഹാരത്തിന്റെ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 1 മണിക്കൂർ ഒന്നുകൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത്ര മാത്രമേ കുറച്ച് സമയമായിട്ട് വേണ്ടി വരുന്നുള്ളൂ കേട്ടോ. കണ്ടോ, ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ റെഡിയാക്കി എടുക്കാം. ഒന്നെങ്കിൽ നമ്മൾ സാധാരണ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കുട്ടി കുട്ടി ബൗളിൽ കുറച്ച് നെയ്യ് പറ്റി ഒരു 1/4 ഭാഗം മാവ് ഒഴിച്ച് ആവിക്ക് വെച്ച് വേവിച്ചെടുത്താലും മതി. ഇങ്ങനെ നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ പറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ വിട്ട് കിട്ടാൻ എളുപ്പമുണ്ടാവും, ഒട്ടിയൊന്നും പിടിക്കാതെ. കണ്ടോ, മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നിറച്ചൊന്നും ഒഴിക്കരുതേ. എല്ലാ ബൗളിലും ഇതേപോലെ ഒരു 1/4 ഭാഗം മാവ് ഒഴിച്ച് നന്നായിട്ട് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും ഒന്നുകൂടെ കളഞ്ഞെടുക്കാം. അതിനുശേഷം നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ നേരെ ഇങ്ങോട്ട് ആവിക്ക് വെച്ച് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു ഇഡ്ഡലി തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ കുഴിയിലേക്കും ഓരോ ബൗളങ്ങ് വെച്ച് കൊടുക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലും മാത്രം വെച്ചിരുന്നാൽ മതി. ഒരു 15-20 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ റെഡി ആയിട്ട് വന്നോളും. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ മൂടി വെച്ച് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ റെഡിയായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതേപോലെ താഴെ ഇറക്കി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പുറത്തേക്ക് എടുത്ത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇത്ര സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ്. നമ്മുടെ ശർക്കരയുടെ മധുരവും അതേപോലെ തന്നെ പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ബാക്കി വന്ന മിക്സ് ഇതേപോലെയും കൂടി വെച്ച് കൊടുത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്.
കുട്ടീസൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടത് ഇതേപോലെ പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ട് വന്നോളും. കണ്ടോ, നമ്മുടെ നെയ്യൊക്കെ പറ്റി കൊടുത്തുകൊണ്ട് ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് ആ തേങ്ങാക്കൊത്തൊക്കെ ഒന്നും കൂടെ കടിക്കാൻ കിട്ടുമ്പോഴാണെന്നുണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കുക. വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.